മാനസിക രോഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായി സൈക്കോപാത്തിനെ നമുക്ക് കണക്കാക്കാം. സൈക്കോപാത്തിനെ കുറിച്ച് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട സിംറ്റംസ്, അടയാളങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ഇടയിൽ, നമ്മുടെ സമൂഹത്തിൽ, ഈവൻ നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ പോലും സൈക്കോപാത്തായിട്ടുള്ള ആളുകളെ നമുക്ക് കാണുവാൻ കഴിയും. ഒന്നാമതായിട്ട്, ഇപ്രകാരമുള്ള വ്യക്തികൾക്ക് ഒരു കരുണയോ സഹതാപമോ അതല്ലെങ്കിൽ മറ്റുള്ളവരോടൊരു പരിഗണനയോ ഉണ്ടാവുകയില്ല. അവർക്കങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും. സ്വാർത്ഥത, അതോട് ബന്ധപ്പെട്ട ക്രൂരതയും കാഠിന്യവും ഇവരുടെ മുഖമുദ്രയാണ്. ഇവരെ സൂക്ഷ്മമായി പഠിച്ചാൽ ഇവർ വളരെയധികം നുണ പറയുന്നവരായിരിക്കും. ചുരുക്കത്തിൽ അവർ പരിപൂർണമായി നുണയിൽ തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷേ അത്ര പെട്ടെന്നൊന്നും അത് കണ്ടെത്തുവാൻ, ഐഡൻറ്റിഫൈ ചെയ്യുവാൻ നമുക്ക് കഴിയുകയില്ല. അത്രമാത്രം സമൃദ്ധമായ രൂപത്തിൽ ഇവർ നുണ പറയും, അത് ഫലിപ്പിക്കുകയും ചെയ്യും. ഇവരൊരു സെൽഫ് സെൻറ്റേർഡ്, അവരിൽ മാത്രമേ അവർ ശ്രദ്ധിക്കുകയുള്ളൂ എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. അവരുടെ താല്പര്യങ്ങളും ഇംഗിതങ്ങളും സംരക്ഷിക്കുവാനും അതിനനുയോജ്യമായിട്ട് നിൽക്കുന്നവരെ മാത്രമേ അവർ കൂട്ടുകയുള്ളൂ. അത് വളരെ പരിമിതവുമായിരിക്കും. ബാക്കിയുള്ള ആരെയും, അവരുടെ എത്ര അടുത്ത ബന്ധുവാണെങ്കിലും അവരെ തകർത്ത് കളയുന്ന രൂപത്തിൽ അവർ അപവാദ പ്രചരണങ്ങളും ഏഷണിയും എല്ലാ വൃത്തികേടുകളും അവർ പറഞ്ഞു പരത്തുകയും ചെയ്യും. പക്ഷേ അത് കണ്ടുപിടിക്കാൻ വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കുമെന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവരുടെ സ്വഭാവത്തിൽ മറ്റൊരു പ്രത്യേകത, അവർ എന്ത് തീരുമാനിച്ചോ ആ തീരുമാനം നടത്തിയിരിക്കും. എന്ത് വില കൊടുത്തും അവർ ആ പ്രവൃത്തി പൂർത്തിയാക്കിയിരിക്കും. അതിനുവേണ്ടി അവർ എന്ത് നഷ്ടവും സഹിച്ചിട്ടാണെങ്കിലും എതിർവശത്ത് നിൽക്കുന്ന ആ വ്യക്തികളെ അവർ തകർത്ത് കളയും. അത്രമാത്രം ക്രൂരത അവരുടെ ഉള്ളിൽ കുടികൊള്ളുന്നു. ആവശ്യമെങ്കിൽ കൊന്നുകളയുന്നതിനും അവർക്ക് യാതൊരു വിധത്തിലുള്ള മടിയുമില്ല, പശ്ചാത്താപവുമില്ല. നമുക്കറിയാമല്ലോ കൂടത്തായി ജോളിയുടെ കഥ, അതല്ലെങ്കിൽ ഡോക്ടർ ഓമനയുടെ കഥ നമുക്കറിയാമല്ലോ. ഇവരൊക്കെ ഈ വിഭാഗത്തിൽപ്പെട്ട സൈക്കോപാത്തിൽപ്പെട്ട വ്യക്തിത്വത്തിൻ്റെ ഉടമകളാണ്. മറ്റൊരു അടയാളം എന്ന് പറയാവുന്നത്, ഒരു സൂപ്പർ പവർ അവരിലുണ്ടെന്നുള്ള ഒരു തോന്നൽ അവർക്കുണ്ട്. അത് സാഹചര്യത്തിനനുസരിച്ച് ദൈവികമായ കഴിവാണെന്നോ അതല്ലെങ്കിൽ പൈശാചികമായ കഴിവാണെന്നോ ഉള്ള ഒരു ചിന്ത, ഒരു മിഥ്യാചിന്ത അവരിൽ കാണുവാൻ കഴിയും. ഇവരെ സമീപിച്ചിരിക്കുന്ന, ഇവരുടെ എതിർവശത്ത് നിൽക്കുന്ന, ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഇവരെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നുള്ള തന്ത്രവും ഇവരെ ഉപയോഗിക്കും. അതിലൊക്കെ അവർ വിജയിക്കുകയും ചെയ്യും.
ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഈ സൈക്കോപാത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. അവരങ്ങനെയൊന്നും പിടിതരില്ല. അത്രമാത്രം സമൃദ്ധമായ രൂപത്തിൽ അവർ പ്രവർത്തിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. മനുഷ്യത്വം എന്ന് പറയുന്ന ആ ഒരു മാനസിക വികാരം അവർക്കില്ല. അതുകൊണ്ടാണ് അവരെന്തും ചെയ്തിരിക്കും, എങ്ങനെയും അവരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുക, അതിന് കൂട്ടുനിൽക്കുന്നവരെ മാത്രം കൂട്ടുക, ബാക്കി എല്ലാവരെയും തകർത്ത് കളയുന്ന ഒരവസ്ഥയിലേക്കാണ് അവരുടെ സ്വഭാവം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള ഒരുപിടി ആളുകൾ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് പ്രത്യേകിച്ച് കൗൺസിലിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കാണുവാൻ കഴിയും. ഇവരുടെ ജീവിത പങ്കാളി പലപ്പോഴും ഇവരുടെ എതിർഭാഗത്തായിരിക്കും, അല്ലെങ്കിൽ എതിരാളിയായിരിക്കും. അവരെ ഏത് രൂപത്തിലെങ്കിലും തകർത്ത് കളയുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമേ ഇവർക്ക് ഉണ്ടാവുകയുള്ളൂ. ഇങ്ങനെയുള്ള ഒരു വ്യക്തികളിൽ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഓർ ഡ്യുവൽ പേഴ്സണാലിറ്റി നമുക്ക് കാണുവാൻ കഴിയും. ന്യൂറോസിസിൻ്റെ ഏറ്റവും ഉയരം കഴിഞ്ഞ് സൈക്കോസിസിലേക്ക് ഇവർ കടന്നു പോകാം. അപ്പോൾ ഇവരിൽ ഡിലൂഷൻ്റെ ലക്ഷണങ്ങൾ ഒരുപക്ഷെങ്കിൽ 5 ലക്ഷണങ്ങളും, ഗ്രാൻഡിയസ് ഡിലൂഷനും, പെർസെക്യൂട്ടറി ഡിലൂഷനും, നിഹിലിസ്റ്റിക്, ഹൈപ്പോകോൺട്രിയാക്കൽ ആൻഡ് എറിയോട്ടിക് ആൻഡ് എൻവിയസ് ഡിലൂഷൻ, ഇതെല്ലാം ഇവരിൽ ഉണ്ടാകുന്നതായി കാണുവാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ഭയാനകമായ അവസ്ഥയുള്ള സാഹചര്യത്തിലാണ് ഇവരുമായിട്ടുള്ള ജീവിതവും സംസർഗവും. അവർക്കിഷ്ടമില്ല എന്ന് തോന്നിയാൽ അവർ തകർത്ത് കളയും. അതിനുവേണ്ടി എന്ത് മാർഗവും എന്ത് കുതന്ത്രവും അവർ പ്രയോഗിക്കും. നമ്മുടെ കൗൺസിലിംഗ് സെൻറ്ററിലും ഇങ്ങനെയുള്ള ഈ കഴിഞ്ഞോരിടയ്ക്ക് തന്നെ 4 പേർ വന്നിരുന്നു. ന്യൂറോസിസിൻ്റെ ആ സ്റ്റേജിലാണെങ്കിൽ നമുക്കിത് പരിഹരിച്ചു കൊടുക്കുവാൻ കഴിയും. പക്ഷേ അതപ്പുറം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ട് ഇറ്റ് ഈസ് ഇൻക്യൂറബിൾ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരാം. താങ്ക് യു.